നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യ മലയാളി മിന്നു മണി. മിന്നു തൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വയനാട്ടിലെത്തിയതാണ്. അപ്പോൾ മിന്നുവിനോട് എങ്ങനെയുണ്ട് കളി, ജീവിതം, ഒപ്പം സുഹൃത്തുക്കള് എല്ലാം നമുക്ക് അന്വേഷിക്കാം, ചോദിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? കളിയൊക്കെ ഒരു ബ്രേക്ക് ആയിട്ട് വന്നതാണ്. ഇനിയിപ്പോ ബാംഗ്ലൂർ പോകാൻ നിൽക്കുകയാണ് അല്ലേ? അതെ അതെ, ഞാൻ 2-ാം തീയതി പോവും. ഇപ്പോ ഒരു UK പോയിരുന്നു ഇന്ത്യയെ പര്യടനത്തിന്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തു. വീണ്ടും ട്രെയിനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ക്യാമ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ബ്രേക്കിലാണ് ഇങ്ങനെ വന്നത്. പക്ഷെ വയനാട് ഒക്കെ മാറിയിട്ടുണ്ടാവും. മഴ, നമ്മളെ ഒരു നല്ല കാലാവസ്ഥയാണ്. എന്ത് തോന്നുന്നു വയനാട്ടിൽ വീണ്ടും വന്നപ്പോൾ? വയനാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും മഴയുണ്ടെന്ന് തന്നെ അറിഞ്ഞത്. കാരണം പുറത്തോട്ടൊന്നും ഇത്ര മഴയില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ കുറച്ച് പ്രാക്ടീസിനൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ് മഴ കാരണം. പക്ഷേ എന്നാലും കുഴപ്പമില്ല, പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം പോയി വരാറുണ്ട്. എന്നാലും നല്ല കാലാവസ്ഥ. ഈ വയനാട്ടിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തുക, ഇത്രയും കാലത്തൊരു യാത്ര, ഈ ചുരുങ്ങിയ കാലത്ത് നമ്മൾ കുറേ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കി. എങ്ങനെ കാണുന്നു നമ്മുടെ ഈ നാട്ടിൽ നിന്ന്, മാനന്തവാടിയിൽ നിന്ന് ഇന്ത്യൻ ടീം വരെ എത്തിയൊരു കാലത്ത് എങ്ങനെ കാണുന്നു? ആദ്യം തന്നെ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഒരിക്കലും ആ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കൂടെ, വലിയച്ഛൻ്റെ മോൻ്റെ കൂടെ കളിച്ച് തുടങ്ങിയതാണ്. പിന്നീട് അത് വയലിലോട്ടായി. അങ്ങനെ തുടങ്ങിയ ഒരു കളിയിനോടുള്ളൊരു താല്പര്യം, ഇഷ്ടമൊക്കെയാണ് ഇപ്പം ഈ ഒരു ലെവലിൽ ഇന്ത്യ കളിച്ചു, അങ്ങനെ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ഒരു അഭിമാന നിമിഷം ആണ്. ഈ ഫസ്റ്റ് നമ്മുടെ ഒരു ഇന്ത്യൻ ജേഴ്സി ഇടുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്? അയ്യോ, അത് എങ്ങനെയാണ് വാക്കുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാന്ന് എനിക്കറിയില്ല. കാരണം അതൊരു ഡ്രീം മൊമെൻ്റ് ആയിരുന്നു. ഒരുപാട് നാളത്തെ 10 വർഷത്തിന് ശേഷം, ഞാൻ കളി സ്റ്റാർട്ട് ചെയ്തു 10 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഇന്ത്യൻ ടീമിൽ എത്താൻ സാധിച്ചത്, ഇന്ത്യൻ ജേഴ്സി ഇടാൻ സാധിച്ചത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ നാട്ടിൽ കളിച്ചു വളർന്നാന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കൂട്ടുകാരൊക്കെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ അവർ നമ്മൾ ഇന്ത്യൻ ടീമിലേക്ക് മിന്നു എത്തി എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അവർ എങ്ങനെയാണ് അതിനെ കണ്ടത്? അപ്പോൾ മിന്നു ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് അതിന് തയ്യാറെടുത്തുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയായിരുന്നു ആദ്യം വന്ന് മിന്നു സെലക്ട് ആയി എന്ന് അറിഞ്ഞപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷമായിരുന്നു. കാരണം ഞാനാണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇന്ത്യൻ ടീമിലേക്ക് കളിക്കുന്നതിന് മുന്നേ വിമൻസ് പ്രീമിയർ ലീഗ് ഡൽഹി ക്യാപിറ്റൽസിന് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ഇന്ത്യൻ ടീമിൽ നിന്ന് കോള് വരുന്നത്. അപ്പോൾ വിമൻസ് പ്രീമിയർ ലീഗിൽ വലിയ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ കോള് വരുന്നതും ഇങ്ങനെ സെലക്ട് ആയി എന്നുള്ളതൊക്കെ അറിഞ്ഞതൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷമായിരുന്നു. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. ഈ WPL കളിച്ചതാണ് ശരിക്കും ഇന്ത്യൻ ടീമിലേക്ക് വരാനൊരു വഴിയൊരുക്കി എന്ന് പറഞ്ഞു. ഈ WPL എക്സ്പീരിയൻസ് ശരിക്കും ഗുണകരമായോ? എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും നമുക്ക് ഭയങ്കര പോസിറ്റീവായോ ഈ ഒരു ടീം സെലക്ഷൻ്റെ സമയത്തൊക്കെ? തീർച്ചയായും എനിക്ക് തോന്നുന്നു WPL ഒരു അപ്പിയറൻസ് കാരണമാണ് കൂടുതൽ ഇന്ത്യൻ ടീമിൽ എത്താനുള്ള രീതിയിൽ കൂടുതൽ ആൾക്കാർ നോട്ട് ചെയ്യപ്പെടാനും, ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു പ്ലെയർ ഉണ്ട് എന്നുള്ളത് എല്ലാവരിലേക്കൊന്നും എത്താൻ കാരണവും വിമൻസ് പ്രീമിയർ ലീഗ് ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സീരീസ് നമുക്ക് നേട്ടം ഉണ്ടാക്കിയ കുറേ കളികൾ എന്ന് ഓർത്തിരിക്കുന്ന ഒരു മാച്ച് ഏതാണ്? ഒന്ന് ഡെബ്യൂ ചെയ്ത് തന്നെയാണ് ബംഗ്ലാദേശിനെതിരെ. അത് ഓർത്തിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഓവറിൽ T20 ആയിരുന്നു. ഫസ്റ്റ് ഓവർ പവർ പ്ലേയിൽ എറിയാണ്. അപ്പോൾ ഫസ്റ്റ് ബോൾ എറിഞ്ഞു, കുഴപ്പമില്ല. രണ്ടാമത്തെ ബോൾ എറിഞ്ഞു 6, മൂന്നാമത്തെ ബോൾ എറിഞ്ഞു 4, പിന്നെ 4ാമത്തെ ബോളിലാണെന്ന് തോന്നുന്നു എനിക്കൊരു വിക്കറ്റ് വരുന്നത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യം നല്ല 2 അടി കിട്ടി, പിന്നെ ഉള്ള ബോളിലാണ് ഒരു വിക്കറ്റ് കിട്ടുന്നത്. അത് മാത്രമല്ല, ജെമീമ റോഡ്രിക്സിലെ പുള്ളിക്കാരിയാണ് ക്യാച്ച് എടുക്കുന്നത്. ഒരു ഉഗ്രം ക്യാച്ചും ആയിരുന്നു, ഒരു ഡൈവിങ് ക്യാച്ചൊക്കെ ആയിരുന്നു. അപ്പൊ അതൊരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് തന്നെയാണ്. അതിൽ 2 വിക്കറ്റ് ഇത് കിട്ടുകയും ചെയ്തു അല്ലേ? അതെ. അപ്പൊ അതൊരു എന്നും ഓർത്തിരിക്കുന്ന ഒരു തീർച്ചയായിട്ടും. അതെ, വളരെ ഒരു
ഓർത്തിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കരിയറിലെ കരിയറിലെ ഫസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഇപ്പൊ തന്നെ ഈ വേൾഡ് കപ്പിലും പക്ഷെ റിസർവ് ബെഞ്ചിലായിപ്പോയി, കളിക്കാൻ പറ്റാത്തൊരു നിരാശ ഉണ്ടോ? നിരാശ ഉണ്ടോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എന്നാൽ അത് അങ്ങനെയുള്ളൊരു നിരാശയല്ല. പക്ഷെ കാരണം നമ്മളിങ്ങനെ അതിന് ഒരു വേൾഡ് കപ്പ് ടീമിൽ എത്തണം, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിൽ സ്ഥിരമായിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറായി മാറണം, അതൊക്കെയാണ് സ്വപ്നം. അപ്പം റിസർവ് ശരിക്കും പറഞ്ഞാൽ ഒരു റിസർവ് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് അവിടെ വരെ എത്തിയല്ലോ, അല്ലെങ്കിൽ അവിടെ വരെ നമുക്കൊരു മാർക്ക് ചെയ്യപ്പെടാൻ സാധിച്ചു എന്നുള്ളൊരു അതെ അതെ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് അത്രത്തോളം എത്തി എന്നുള്ളെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ആ ഒരു നെയിം നോട്ട് ചെയ്തു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമാണ്. ആ 11ലും നമ്മൾ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതിലെ അത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പം നമുക്ക് മാത്രമല്ല, ഇപ്പോൾ ഈ വനിതാ ക്രിക്കറ്റ് ടീം ഒരുപാട് നേട്ടങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കി. അപ്പം നമുക്ക് അതിൻ്റെ നേരിട്ടോ അല്ലാതെയോ അതിൻ്റെ എല്ലാം ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ വനിതാ ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഉണർവിനെയൊക്കെ കാണുന്നത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു 2023 ആ ടൈമിലാണ് ഞാൻ ഡെബ്യൂ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടും ഒരുപാട് സീരീസിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്നു, ടൂർണമെൻറ്റിലൊക്കെ ആയിട്ട്. ചില ടൂർണമെൻറ്റിൽ ചില സീരീസുകളിൽ അവസരം കിട്ടി, ചില സീരീസുകളിൽ അവസരം കിട്ടിയില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി കിട്ടിയ അവസരങ്ങളിലെല്ലാം മികച്ച രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അങ്ങനെ ഒരു നിരാശ എന്ന് പറയാനായിട്ടില്ല. കിട്ടിയ അവസരങ്ങളിലെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പം നമ്മുടെ പ്ലെയേഴ്സിനാണെങ്കിലും നേരത്തെ വനിതാ ടീമിലുള്ള പ്ലെയേഴ്സിനുള്ള പ്രതിഫലത്തിൻ്റെ കാര്യത്തിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മെൻസിന് കിട്ടുന്ന അതേ പരിഗണന ഈ ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് പിന്നെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിലാണ് അത് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം മറ്റു കാര്യം പരസ്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു അന്തരമുണ്ട്. അത് നമുക്കൊരു ചില നേരത്തെങ്കിലും ഒരു വിഷമം തോന്നാറുണ്ടോ? നമ്മൾ ഇത്രയും പരിശ്രമിച്ചെങ്കിലും അവരെ കൂടെ എത്തുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ? അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇപ്പോൾ ഓൾമോസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എല്ലാവരും തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് വർഷത്തൊരു കരിയർ ഉണ്ട് അവർക്ക്. അപ്പോൾ അതിലും തന്നെ ഒരുപാട് ഹിസ്റ്ററി മേക്കേഴ്സാണ് ഒരുപാടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോഴും അവരുടെ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇപ്പോഴും അവരുടെ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പക്ഷേ ടോട്ടലി എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും വിമൻസ് ക്രിക്കറ്റേഴ്സ് ഇപ്പോഴാണ് വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷമാണ് ഒത്തിരി പേർക്ക് അങ്ങനത്തെ ഈ ആഡ്സും കാര്യങ്ങൾ പോലത്തുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടി തുടങ്ങുന്നത്. സ്പോൺസർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുന്നതും വരുന്നതും ഒക്കെ വേൾഡ് കപ്പ് ഇപ്പോൾ ജയിച്ച് നിൽക്കുന്ന സമയത്ത് ആണ്. അപ്പോൾ നേരെ മറിച്ച് ബോയ്സിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഇപ്പോഴാണ് വിമൻ ക്രിക്കറ്റ് കുറച്ചും കൂടി പോപ്പുലറായി എല്ലാവരിലേക്ക് എത്താനും ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഒത്തിരി വരാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ശരിക്കും എടുത്തു പറയാനാണെങ്കിൽ മെൻസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കാലം മുമ്പേ ടിവിയിലും എല്ലാവരും എല്ലാ ജനങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ വിമൻസ് ക്രിക്കറ്റിന്റെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ KCL തുടങ്ങുമ്പോഴും അവര് മെൻസിനാണ് ഇപ്പോൾ പ്രയോറിറ്റി കൊടുത്തത്. ഇപ്പോൾ വനിതാ ഇത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ മിന്നു ഇറങ്ങിയതിന് ശേഷം വയനാട് നിന്ന് തന്നെ 2 താരങ്ങൾ കൂടെ വന്നു. ഒരാൾ മിന്നുവിന് മുമ്പേ നടന്ന ആളാണ്, പക്ഷേ ടീമിൽ വന്നത് മിന്നുവിന് ശേഷമാണ്. അപ്പോൾ എന്താണ് അവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? ഒന്ന് സജനേച്ചിയെ ഞാനും ഒരുമിച്ച് ഒരു സ്കൂളിൽ നിന്നാണ് ക്രിക്കറ്റ് തുടങ്ങുന്നത്. ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനന്തവാടി. അവിടെ സജനേച്ചി +2 പഠിക്കുകയാണ്, ഞാൻ 8th പഠിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി സജനേച്ചി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ അവിടുന്ന് 8th നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ വയനാട് ഡിസ്ട്രിക്ട് ടീമിലെല്ലാം ഒരുമിച്ച് കളിച്ചു. അങ്ങനെ നമ്മൾ പ്രാക്ടീസും എല്ലാം കൃഷ്ണഗിരിയിലാണ് പോയി ചെയ്യുന്നത്. അതും നമ്മളെ ഒരുമിച്ച് തന്നെയാണ് മിക്ക ടൈമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വന്നതാണ്. അപ്പം എല്ലാവരുടെയും പ്രതീക്ഷ ആദ്യം സജനേച്ചി ആയിരിക്കും ഇന്ത്യൻ ടീമിൽ എത്തുക എന്നായിരുന്നു. കാരണം ആ സമയത്തൊക്കെ സജനേച്ചി ശരിക്കും കേരള ടീമിൻ്റെ ഒക്കെ സ്റ്റാറായി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു.
പിന്നെ അങ്ങനെ WPL ഒക്കെ വന്ന് അങ്ങനെയാണ് ശരിക്കും മാറി മറിഞ്ഞത്. WPL-ലും ആദ്യമായിട്ട് കയറിയത് ഞാനാണ്. അങ്ങനെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമുക്കുള്ള യോഗം വന്നു അല്ലേ. പിന്നെ അതേപോലെ പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ മിന്നുവിൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് നമ്മളെ കൂട്ടുകാർക്കും വയനാട്ടുകാർക്കും പൊതുവെ ഒരു പ്രചോദനമായിട്ടുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്താം. അത് ഈ നാട്ടുകാരും വീട്ടുകാരൊക്കെ ആ ഒരു സപ്പോർട്ട് അതിൽ വലിയ വലിയ ഘടകമായിരുന്നു. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഓർക്കുന്നത്? ഇപ്പം നമ്മൾ തുടങ്ങിയ സമയത്തുള്ളതും ഇപ്പോഴും ഒക്കെ എങ്ങനെയാണ്? വീട്ടുകാരുടെ ഒരു ഭാഗത്തു നിന്നുള്ള വലിയ സപ്പോർട്ടുണ്ട്. ഇപ്പോഴും ഞാനിവിടെ വന്നപ്പോഴും അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് ഓർക്കുന്നത്? തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു അത്ര സപ്പോർട്ട് അല്ലായിരുന്നു. പിന്നെ കാരണം പെൺകുട്ടിയാണ്, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ ഇതിൽ പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു കമ്മ്യൂണിറ്റി ഒക്കെയാണ്. അപ്പോൾ ആ സമയത്ത് വലിയ താല്പര്യം ഇല്ലായിരുന്നു, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അവർക്ക്. പിന്നീട് ഇവിടുന്ന് ഞാൻ ഇവിടെയുള്ള ചേട്ടന്മാരുടെ ഒക്കെ കൂടെ കളിച്ചാണ് വളർന്നത്, ക്രിക്കറ്റ് കളിച്ച്. അങ്ങനെയാണ് ക്രിക്കറ്റിനോട് താല്പര്യമൊക്കെ വരുന്നത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടില്ല. ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് കിട്ടിയപ്പോൾ അവരെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല, പണ്ടത്തെ പോലെയൊന്നല്ല, ഇപ്പോൾ എല്ലായിടത്തും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. അങ്ങനെയൊക്കെ അച്ഛനും അമ്മേനോടൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ക്രിക്കറ്റിന് വേണ്ടിയിട്ട് കേരള ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ സപ്പോർട്ട് കിട്ടി. ആദ്യകാലത്ത് ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു? അവരെയൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? ആദ്യം 8ാം ക്ലാസ്സിൽ ഞാൻ മാനന്തവാടി പഠിച്ചുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എൽസമ്മ ടീച്ചറാണ് ക്രിക്കറ്റിലേക്ക് എന്നെ തിരിച്ചു വിട്ടത്. അതുവരെ ഞാൻ അത്ലറ്റിക്സ് ചെയ്യുമായിരുന്നു, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, റണ്ണിങ് ആണെങ്കിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നീടാണ് ഇങ്ങനെ ക്രിക്കറ്റിൻ്റെ കാര്യം ടീച്ചറിൽ നിന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ ടീച്ചർ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ടീച്ചർ വഴിയാണ് ക്രിക്കറ്റിലേക്ക് തിരിയുന്നത്. അതിനുശേഷം പിന്നെ ഷാനവാസ് സാറ് എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട് മാനന്തവാടി ഹൈസ്കൂളിൽ. നമുക്ക് പ്ലെയേഴ്സിന് ഇപ്പോഴും ക്രിക്കറ്റ് തുടങ്ങുന്ന പ്ലെയേഴ്സിനൊക്കെ ആദ്യ പാഠങ്ങൾ, ക്രിക്കറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് അവരെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്രിക്കറ്റ് മെറ്റീരിയൽ ആക്കുന്നതിൽ സാറിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്, ഷാനവാസ് സാറ്. അത് കഴിഞ്ഞ് പിന്നെ ക്രിക്കറ്റ് അക്കാദമിയിൽ ഞാൻ വയനാട് ഡിസ്ട്രിക്റ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പം ദീപ്തി എന്ന് പറഞ്ഞിട്ടൊരു മാഡം ഉണ്ടായിരുന്നു. ആ മാഡമായിരുന്നു കോച്ച്. പിന്നെ എൽസമ്മ ടീച്ചറുടെ മോള് അനുമോൾ എന്ന് പറഞ്ഞിട്ട് അവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ക്രിക്കറ്റ് അക്കാദമിയിലെല്ലാം പോയപ്പോൾ എല്ലായിടത്തും വേറെ വേറെ കോച്ചായിരുന്നു. തൊടുപുഴയിൽ നൗഫൽ എന്ന് പറഞ്ഞൊരു സാറ്, പിന്നെ ജിനി മിസ്, പിന്നെ സോണിയ എന്ന് പറഞ്ഞൊരു മാം, അവരൊക്കെയായിരുന്നു തൊടുപുഴ ക്രിക്കറ്റ് അക്കാദമിയിൽ നിന്ന ടൈമിലുണ്ടായിരുന്ന കോച്ചസ്. പിന്നെ നേരെ ബത്തേരിയിൽ വന്നപ്പോഴേക്കും അനു അശോക് എന്ന് പറഞ്ഞൊരു മാമും, പിന്നെ നേരത്തെ പറഞ്ഞ വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ കോച്ച് ദീപ്തി എന്ന് പറഞ്ഞ മാമുമായിരുന്നു. പിന്നെ ഞാൻ നേരെ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരമായിരുന്നു ഡിഗ്രി ചെയ്തത്. അവിടെയായിരുന്നു ആ സമയത്ത് ഡിഗ്രിയുടെ ക്രിക്കറ്റ് അക്കാദമി ഉണ്ടായിരുന്നത്. അവിടെ അതുപോലെ തന്നെ അശ്വതി എന്ന് പറഞ്ഞ ഒരു ഞങ്ങളുടെ സീനിയർ പ്ലെയറാണ്, ആ സമയത്ത് കോച്ചായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാബു സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയാണ്. അപ്പോൾ ഒരുപാട് കോച്ചസിന്റെ കൈകളിലൂടെ ഇങ്ങനെ കൈമാറി അവസാനം ഒരുപാട് പേര് മൗൾഡ് ചെയ്തെടുത്തതാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ എക്സ്പീരിയൻസും ഒരുപാട് പേരുടെ ഹാർഡ് വർക്കും മിന്നുമണി എന്ന ക്രിക്കറ്ററുടെ പുറകിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ഇന്ത്യൻ ടീമിലാണെങ്കിലും നമ്മൾ ഏറ്റവും സൗഹൃദമുള്ള പ്ലേയേഴ്സ് ആരൊക്കെയാണ്? മെൻസ് ടീമിൽ ആരെങ്കിലും ആയിട്ട് അങ്ങനെ കാര്യമായിട്ട് സൗഹൃദമുണ്ടോ? ഈ സഞ്ജുവിൻ്റെയൊക്കെ സപ്പോർട്ട് കിട്ടാറുണ്ടോ? എങ്ങനെയാണ്? മെൻസ് ടീമിൽ അങ്ങനെ കാര്യമായിട്ടുള്ള സപ്പോർട്ട് ആൾക്കാരെ ആയിട്ടുള്ള അങ്ങനെ ഒരു കമ്പനിയൊന്നുമില്ല. പിന്നെ നമ്മുടെ സഞ്ജു ചേട്ടനൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിൽ കയറിയപ്പം ഇൻസ്റ്റ വഴി മെസ്സേജ് അയച്ച് അഭിനന്ദിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിമൻസിൽ എന്ന് പറയുകയാണെങ്കിൽ ഷെഫാലി വർമ്മ, ജമീമ റോഡ്രിക്സ്, സ്നേറാന, അങ്ങനെ കുറച്ച് പേര് പിന്നെ നല്ല കമ്പനിക്കാരാണ്. ഇവരൊക്കെ ആയിട്ട് റെഗുലറായിട്ട് കോണ്ടാക്റ്റും ഒരു സൗഹൃദം പുതുക്കലും ഒക്കെ ഉണ്ടാവുമോ? ഇവരുടെ കൂടെ എന്താണ് ഈ ഡ്രസ്സിംഗ് റൂമിലൊക്കെ നമ്മളെ നാട്ടുവിശേഷങ്ങളൊക്കെ പറയാനുള്ള സമയം കിട്ടുമോ? എങ്ങനെയാണ്? ഡ്രസ്സിംഗ് റൂമിൽ എനിക്ക് അങ്ങനെ നാട്ടുവിശേഷം പറയാൻ സമയം കിട്ടാറില്ല. പക്ഷെ നമ്മളിങ്ങനെ മാച്ചൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ഡേക്കൊക്കെ ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പുറത്ത് പോകും, ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പുറത്ത് പോകുന്ന ടൈമൊക്കെ ഉണ്ടാവും. അപ്പോഴായിരിക്കും നമ്മൾ കൂടുതലും ക്രിക്കറ്റ് മാറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. കാരണം ഫുൾ ടൈം ക്രിക്കറ്റ് പറഞ്ഞിട്ട് ശരിയാവില്ലല്ലോ. മാത്രമല്ല ഞാൻ മിന്നുവിൻ്റെ കണ്ടില്ല, മിന്നുവിൻ്റെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നാടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ പോസ്റ്റുകളൊക്കെ വരാറുണ്ട്. ഈ നാട്ടിലെ ഉത്സവങ്ങൾ, അമ്പലങ്ങൾ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ആസ്വദിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ നാടുമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഒരു വീക്കെൻഡൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ലീവ് വരുമ്പോൾ ഓടി ഇങ്ങോട്ട് വരുമോ? എങ്ങനെയാണ്?
ആ തീർച്ചയായിട്ടും. അതായത് ആദ്യം എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്തൊന്നും എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോഴത്തേനും നാട്ടിലെ എന്താ പറയാ ആൾക്കാര്, കാലാവസ്ഥ, എന്താ കുന്ന്, മല, വയൽ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു പ്രത്യേകതരം ഇമോഷനായി മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പോഴാണ് ശരിക്കും ഇങ്ങനെ നാട് ഒക്കെ ഇങ്ങനെ മിസ് ചെയ്യാൻ തുടങ്ങുന്നത് ഭയങ്കരമായിട്ട്. ആദ്യം സ്റ്റാർട്ടിങ് സമയത്ത് പോയപ്പോഴൊക്കെ അങ്ങനെ മിസ്സിങ് ഒന്നുമില്ല. അതിന്റെ ആ ഒരു ത്രില്ലില് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ പോവും. പിന്നെ പോയെടുത്തായിരിക്കും അവിടെ ആയിരിക്കും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ പോയി കഴിഞ്ഞാലും എപ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹം.